മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖ ഒരു സ്ത്രീപക്ഷ വായനയുടെ ബിംബമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രം ഇന്ദുലേഖ ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസ്സിൽ എല്ലാവരും ഇവിടേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഫസ്റ്റില കിറ്റിൻ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഓരോ അല്ല സാർ, വേദയൊന്ന് വിളിക്കാൻ. ഇനി അയാളെ കൊണ്ടുപോകണോ? വേദ. താങ്ക് യു സാർ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ? നമ്മുടെ കഥാപാത്രമായ ഇന്ദുലേഖ. എങ്ങോട്ടാ? വാ പറയാം. നമുക്ക് ലൂക്കോച്ചിനൊന്ന് കാണാം. കവിതയുടെ കാര്യല്ലേ? വേണ്ട. താനൊന്നും ഉണ്ടായിരുന്നേ, ഞാൻ സംസാരിച്ചോളാം. നല്ല കവിതയോടോ അത്, അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. നല്ലതായിരുന്നെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടെടുത്തേനെ. എടോ അതൊക്കെ ഞാൻ വേണ്ട. ഇന്നലെ പറഞ്ഞില്ലേ സൃഷ്ടിയോടുള്ള ഉത്തരവാദിത്തം. അത് കവിത പബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആവാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടാവട്ടെ, എന്നിട്ട് പബ്ലിഷ് ചെയ്യാം. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? ആ ശരിക്കും. ആ നമ്മളെപ്പോലൊരു നിലപാടൊക്കെ ഉണ്ട് അല്ലേ? ശരിയാക്കാം. എന്തോടെ പരിപാടി? കവിത ലോലമി പണികൾ എന്തല്ലേ? അടിപൊളി, കൊള്ളാം, നല്ല വരികൾ കൊള്ളാം. ഇതാരെഴുതിയതാ? ഇതിവിടെ എഴുതിയതാരെന്ന് അറിയത്തില്ല, പക്ഷേ ഈ കവിത ഫസ്റ്റ് ഇയർ മലയാളത്തിൽ ഒരു കുട്ടിയുടേതാ. എടാ ശ്രീവേദ. പരിപാടി കൊള്ളാല്ലേ? സംഭവിച്ചിട്ടുണ്ട്. ശ്രീവേദ കവിത നന്നായിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ.